ഹായ് ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പല്ല. യു ഹാവ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് പാറമേക്കാവ് ടെമ്പിൾ സ്പെഷ്യാലിറ്റീസ്, പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ദക്ഷിണേന്ത്യയിലെയും കേരളത്തിലെയും ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നായ തൃശ്ശൂർ പൂരത്തിൻ്റെ മുഖ്യ പങ്കാളികളിലൊന്നാണ് ഈ പാറമേക്കാവ് ക്ഷേത്രം എന്നത്. തൃശ്ശൂർ നഗരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ നഗരമധ്യത്തിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. തൃശ്ശൂർ സ്വരാജ് ഗ്രൗണ്ടിലാണ് ഈ പാറമേക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ക്ഷേത്രമായ വടക്കുംനാഥ ക്ഷേത്രത്തിന് സമീപമായിട്ടാണ് പാറമേക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്ന് പറയാം. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഭഗവതി ക്ഷേത്രങ്ങളിലൊന്നാണ് പാറമേക്കാവ് ക്ഷേത്രം എന്നത്. ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയെന്ന് പറയുന്നത്. പാറമേക്കാവ് ക്ഷേത്രം ഇതിന് ഏകദേശം 1000 വർഷത്തിലേറെ പഴക്കമുള്ളതായിട്ടാണ് കരുതപ്പെടുന്നു. അതായത് 1000 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് നിർമ്മിച്ചതെന്നാണ് പറയുന്നത്. അതായത് ഇത് നിർമ്മിച്ചത്, ഇതിൻ്റെ സൃഷ്ടാവ് അല്ലെങ്കിൽ ശില്പി എന്ന് പറയുന്നത് കൂർക്കാഞ്ചേരി കറുപ്പാൾ തറവാട്ട് കാരണവരാണ് ഇതിൻ്റെ സൃഷ്ടാവെന്ന് പറയുന്നത്, ഈ ക്ഷേത്രം പണിതത്. അതിനുശേഷം തൃശ്ശൂർ പൂരം സ്റ്റാർട്ടായപ്പോഴേക്കും തൃശ്ശൂർ പൂരത്തിന് വേണ്ടി ശക്തൻ തമ്പുരാന് ഇതിന് തൊട്ടടുത്ത് വേറൊരു ക്ഷേത്രവും കൂടിയുണ്ട്, തിരുവമ്പാടി ക്ഷേത്രം എന്നത്. അങ്ങനെ 2 ക്ഷേത്രങ്ങളെ 2 വശങ്ങളായി തിരിക്കുകയും തൃശ്ശൂർ പൂരത്തിന് വേണ്ടി 2 വശങ്ങളായി തിരിച്ചു. തിരുവമ്പാടി ക്ഷേത്രവും പാറമേക്കാവ് ക്ഷേത്രവും. പാറമേക്കാവ് ക്ഷേത്രവും തിരുവമ്പാടി ക്ഷേത്രവും തമ്മിൽ 500 മീറ്റർ ആണ് ദൂരമെന്ന് പറയുന്നത്. അങ്ങനെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു പൊലിമ കൂട്ടുവാൻ വേണ്ടി ഈ ക്ഷേത്രങ്ങളെയും കൂടെ അതിൽ പങ്കെടുപ്പിക്കുവാൻ വേണ്ടിയാണ് ശക്തൻ തമ്പുരാന് അന്ന് അങ്ങനെ ചെയ്തത്. പിന്നീട് 1968 ഇവിടെ പഞ്ചലോക വിഗ്രഹം സ്ഥാപിച്ചു. പിന്നെ അടുത്ത് ഒരു വലിയ പാലമരം ഉണ്ടായിരുന്നു. ആ പാലമരം എന്നത് ഇപ്പോഴും കാണുന്നത് അടുത്ത് സ്ഥാപിച്ചതാണ്. ഇപ്പോൾ ഉള്ളത് അടുത്ത് സ്ഥാപിച്ചതാണ്. പണ്ട് കാലത്ത് വേറൊരു പാലമരം ഉണ്ടായിരുന്നു, പക്ഷേ ആ പാലമരം തീ പിടിച്ച് നശിക്കുകയായിരുന്നു. ഇവിടുത്തെ സന്ദർശന സമയമെന്ന് പറയുന്നത് പുലർച്ചെ 4 മുതൽ 11 വരെയും ഈവനിങ് 4 മുതൽ 8 വരെയുമാണ് ഇവിടുത്തെ സന്ദർശന സമയമെന്ന് പറയുന്നത് പാറമേക്കാവ് ക്ഷേത്രം. അതോടൊപ്പം ഇവിടുത്തെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ പിന്നെ നവരാത്രി, മകരച്ചൊവ്വ, ശിവരാത്രി എന്നിവയാണ് പ്രധാനപ്പെട്ട ആഘോഷങ്ങളെന്ന് പറയുന്നത്. പിന്നെ 15 ആനകളെയും വഹിച്ചുകൊണ്ടുള്ള ഒരു ഘോഷയാത്ര അല്ലെങ്കിൽ ഒരു എഴുന്നള്ളിപ്പ് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക്, അതും ഈ അമ്പലത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് തൃശ്ശൂർ പൂരത്തിന്. പിന്നെ ഭഗവതി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം ഇലഞ്ഞി ആയതുകൊണ്ടാണ് ഇലഞ്ഞിത്തറ മേളം ഇവിടെ വെച്ച് നടത്തപ്പെടുന്നത്. തൃശ്ശൂർ സ്വരാജ് ഗ്രൗണ്ടിലാണ് ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ നഗരമധ്യത്തിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.